ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ദിവസമാണ്. സമർപ്പിതരെ ഏറ്റവും മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു നിർമ്മലമായ സ്നേഹ സാന്നിധ്യമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യമാർ ഒന്ന് കൈപ്പൊക്കാവും ഇവിടെ ഇരിക്കുന്നവരിൽ. സിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ കൊച്ചുത്രേസ്യമാർ, അല്ലാത്തവർ ത്രേസ്യമാർ കാണുമല്ലോ. അപ്പം ത്രേസ്യമാർക്കെല്ലാം, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിന് എല്ലാവിധ പെരുന്നാൾ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. കൊച്ചുത്രേസ്യ നമുക്കൊന്ന് കൈയടിച്ചേക്കാം അല്ലേ? കൊച്ചുത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് സമർപ്പിത ദിവസത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. സമർപ്പിത സംഗമം എന്ന ഒരു ദിവസം ഇന്ന് തന്നെ ആകണമെന്ന് ബഹുമാനപ്പെട്ട വികാരി ചിന്തിച്ചതിൻ്റെ കാരണം കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിവസമായതുകൊണ്ടാവണം എന്ന് ഞാൻ കരുതുകയാണ്. കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, അതൊരു വലിയ ചലഞ്ചാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും ലോകത്തിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളും അല്ല സ്വർഗത്തിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾ എന്നത്. ലോകം വലുതെന്ന് കാണുന്നത് സ്വർഗത്തിന് മുമ്പിൽ ചെറുതാകാം. ലോകത്തിൻ്റെ അധികാരം, സ്വാധീനം, സമ്പത്ത്, ലോകത്തിൻ്റെ മഹത്വങ്ങൾ അതൊക്കെ വളരെ ചെറുതാണ് ദൈവത്തിന് മുമ്പിൽ. ദൈവത്തിന് മുമ്പിൽ വലുത് മറ്റൊന്നാണെന്ന കാര്യം ജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ച വലിയൊരു പുണ്യവതിയാണ് കൊച്ചുത്രേസ്യ. ഡോക്ടർ ഓഫ് ദി ചേർച്ചാണ്. പക്ഷേ വളരെ ഒതുങ്ങി ജീവിച്ച ഒരു ആഴമായ താപസ ആധ്യാത്മികതയിൽ മഠത്തിൻ്റെ ഉള്ളിൽ മാത്രം ജീവിച്ച ഒരു സന്യാസിനി എന്ന നിലയിൽ എങ്ങനെ സഭയെ എത്രമാത്രം സ്വാധീനിച്ചു, സഭാപ്രബോധനങ്ങളൊക്കെ ആഴത്തിൽ പഠിപ്പിക്കുകയും ആധികാരികമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധാത്മാക്കളാണ് ഡോക്ടേഴ്സ് ഓഫ് ദ ചേർച്ചൊക്കെ ആയിട്ട് വളരെ റെയർലി പ്രഖ്യാപിക്കപ്പെടുന്നത് നമുക്കറിയാം. അതിലൊന്നാണ് ഈ കൊച്ചുത്രേസ്യ പുണ്യവതി എന്ന് നമുക്കറിയാം. പുണ്യവതിയുടെ ജീവിതചരിത്രം തന്നെ ഒന്നാന്തരം പ്രബോധനമാണ്, ജീവിതത്തിൻ്റെ വ്യാഖ്യാനമാണ്, സുവിശേഷത്തിൻ്റെ മനോഹരമായ വ്യാഖ്യാനമാണ് ആ ജീവിതത്തിൽ, ആ കുറിപ്പ് തന്നെ. അങ്ങനെ ലോകത്തിന് മുമ്പിൽ വളരെ ചെറുത്, ആരും അറിയാത്തത് എന്നൊക്കെ കരുതപ്പെട്ടിരുന്ന ഒരു ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ, സ്വർഗത്തിന് മുമ്പിൽ മഹത്വീകരിക്കപ്പെട്ടതിൻ്റെ തെളിമയുള്ള ഒരു സാന്നിധ്യമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യ കണ്ടെത്തിയ ഒരു സത്യം എന്താണ്? ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്വർഗം ആദരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുക. സമർപ്പിത ജീവിതത്തിൻ്റെ ഹൃദയവും കാതലുമൊക്കെ അതാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടു കൂടി ചെയ്യാൻ പറ്റണം. അത് കേവലം ഒരു മാനുഷിക സ്നേഹം എന്നതിലുപരി ദൈവസ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് വരുന്ന ഒരു സ്നേഹപ്രകാശനമായിട്ട് എല്ലാ കാര്യങ്ങളും മാറുമ്പോൾ അതെല്ലാം മഹത്തരമായിട്ട് തീരുന്നു. അതുകൊണ്ട് സ്വർഗം ആദരിക്കുന്നത് സ്നേഹത്തെയാണ്. ബാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക വിജ്ഞാനമോ അറിവോ സമ്പത്തോ അധികാരമോ സാമർഥ്യമോ അതൊന്നും ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊക്കെ യഥാർത്ഥ ദൈവസ്നേഹത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതിന് ആദരവുണ്ട്, അല്ലെങ്കിൽ അതിന് ആദരവില്ല. സ്വർഗത്തിന് മുമ്പിൽ അതിന് വിലയില്ലാതെ പോകും. ദൈവത്തിൻ്റെ ഹിതമല്ലെങ്കിൽ, ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനം അല്ല എങ്കിൽ അങ്ങനെ ഉള്ളതിനൊന്നും സ്വർഗത്തിന് മുമ്പിൽ വിലയില്ല. അതാണ് കൊച്ചുത്രേസ്യ പറയുന്ന വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആശയം. പലപ്പോഴും ലോകം ഇന്ന് കൊട്ടിഘോഷിക്കുന്നതൊന്നും ദൈവം ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്ന് വെച്ചാൽ ദൈവം അത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നൊരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളി പോലെ വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു വരികയാണ്. സന്യാസ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, വൈദികരുടെയും അന്മാരുടെയും എല്ലാം മുൻപിലേക്ക് ഇട്ടു തരികയാണ്. അത് ക്രിസ്തു ദർശനമാണ്, അത് സുവിശേഷത്തിൻ്റെ ഉള്ളാണ്. അറിയപ്പെടാതെ ദൈവത്തെ അടയാളപ്പെടുത്തുന്ന വ്യക്തികളായി മാറുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മൾ പലതും ചെയ്യും. പക്ഷേ അതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? അതിലൂടെയാണോ ദൈവം മഹത്വപ്പെടുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് വൈദികരും സന്യസ്തരും സഭയുടെ ഹൃദയത്തിൽ പുളിമാവായിട്ട് വർദ്ധിക്കുമ്പോൾ, സഭയെ ശക്തീകരിക്കുന്ന സാന്നിധ്യമായി വ്യാപരിക്കുമ്പോൾ, ആ ഒരു വിളിയുടെ അർത്ഥവും ആഴവും വലുപ്പവും ഇന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ഒരു പക്ഷെങ്കിൽ അധികമൊന്നും ആദരിക്കപ്പെടുന്നില്ലായിരിക്കുമെന്ന് പൗരോഹിത്യവും സന്യാസവും ഒന്നും
അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടണ്ട. ദൈവത്തിന് മുമ്പിൽ അത് വിലപ്പെട്ടതാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈശോമിശിഹായുടെ പൗരോഹിത്യത്തിലാണ് ഒരു വൈദികൻ പങ്കുചേരുന്നത്. ആ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത അത്ര വലുതാണ്. അവിടുത്തെ രക്ഷാകരമായ ജീവിതത്തിൻ്റെ സമർപ്പണത്തെയാണ് അത് പ്രകാശിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും അനേകർക്ക് വിമോചന മൂല്യമായി സ്വന്തം ജീവൻ സമർപ്പിക്കാനും വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ആ ഒരു സമർപ്പണത്തിൻ്റെ സൗന്ദര്യമാണ് പൗരോഹിത്യത്തിലൂടെയൊക്കെ പ്രകാശിതമാകുന്നത്. ആ ഒരു സഭയെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ദിശയിൽ നയിക്കുവാനുള്ള വലിയ ഒരു നിയോഗവും വിളിയുമാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ ഈശോമിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു വൈദികൻ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പ്രകാശമാണ്, അത് ഉപ്പാണ്, അത് കർത്താവിൻ്റെ ഹിതമാണ്, ലോകാവസാനത്തോളം ഈ ഭൂമിയിൽ തുടരണം എന്നുള്ളത്. അതുകൊണ്ട് പൗരോഹിത്യത്തിലേക്കൊക്കെ ദൈവവിളികൾ ഉണ്ടാകുന്നതിന് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സന്യാസത്തിലേക്കും അങ്ങനെ തന്നെ. സന്യാസത്തെ സഭയുടെ ഹൃദയത്തിലാണ് വത്തിക്കാൻ കൗൺസിലൊക്കെ പ്രദർശിപ്പിക്കുന്നത്. അത് പുളിമാവായിട്ട് വർദ്ധിക്കുന്ന ഒരു സാന്നിധ്യമാണ്. വളരെ ഗോപ്യമായിട്ടൊക്കെ ആയിരിക്കും, പക്ഷേ ആ സാന്നിധ്യത്തിലൂടെ കർത്താവ് മഹത്വീകരിക്കപ്പെടുന്നു. അവിടുത്തെ സുവിശേഷത്തിൻ്റെ പ്രകാശം എല്ലായിടത്തും പ്രസരിക്കുന്നു. അത് വിലപ്പെട്ട ഒരു വിളിയും നിയോഗവുമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സന്യസ്തരുണ്ടാവണം എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. വികാരിച്ചൻ സങ്കടത്തോടെ പറഞ്ഞല്ലോ, പണ്ടൊക്കെ ധാരാളം ദൈവവിളികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കരിമലക്കുളം തിരുഹൃദയ ഇടവകയിൽ നിന്നും. ഇന്നെങ്ങനെയോ തിരുഹൃദയത്തിൻ്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടല്ല, നമുക്ക് തിരുഹൃദയത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടാവണം ഇന്ന് അങ്ങനെയൊന്നും അധികം ഇല്ലാതെ പോകുന്നു എന്ന്. അതുകൊണ്ട് ദൈവവിളികളൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്ന് കൂടി ഈ സമർപ്പിത സംഗമ ദിനത്തിൽ ഞാൻ ഒന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.